ക്ലാസ് 2 ചാപ്റ്റർ 2 കുട്ടിപ്പുര. കണ്ടോ, ഈ പടം കണ്ടോ? കുട്ടിപ്പുര. ഓടിട്ട വീടുണ്ട്, ഓലയിട്ട വീടുണ്ട്, വലിയ വീടുണ്ട് അല്ലേ? ചിത്രത്തിലെ വീടുകൾ നോക്കൂ. എല്ലാ വീടുകളും ഒരുപോലെയാണോ? എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ട്? എല്ലാ വീടും ഒരുപോലെ അല്ലല്ലോ. കുട്ടിപ്പുര ഉണ്ടോ? അച്ഛൻ ചാരുകസേരയിൽ ഇരിക്കുന്നു, മകള് പുറകുവശത്ത് നിൽക്കുന്നു. 6 വയസ്സുള്ള സാവിത്രിക്കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ച് വലിച്ചു ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. പറയൂ അച്ഛാ, പറയൂ. അച്ഛൻ ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരുന്നു. സാവിത്രിക്കുട്ടി അക്ഷമയോടെ കാത്തുനിന്നു. വേലു, അച്ഛൻ ആരംഭിച്ചു. ഇതാ, ഈ കുട്ടിക്ക് ഒരു വാശി. ഒരു കുട്ടിപ്പുര പണിയണമത്രേ. കുട്ടിപ്പുര മാത്രം പോരാ, അതിൽ ആളുകളും വേണം. അവൾ കൂട്ടിച്ചേർത്തു. ആണുങ്ങളോ പെണ്ണുങ്ങളോ? വേലുവിന് സംശയമുണ്ടായി. പെണ്ണുങ്ങൾ, ഒക്കെ പെണ്ണുങ്ങൾ. 3 പെൺകുട്ടികൾ വേണം, പിന്നെ അച്ഛനും അമ്മയും. ശരി, വേലു സമ്മതിച്ചു. എന്നേക്ക് പണി തീരും? സാവിത്രിക്കുട്ടിക്ക് അപ്പോഴേക്കും ധൃതിയായി. ഒരാഴ്ച, ഏറിയാൽ 10 ദിവസം. വേലു മാനത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, പെരുമഴയാണ് വരുന്നത്. ഈ മഴക്കാലത്ത് മറ്റു പണികളൊന്നും ഉണ്ടാവില്ല. ഈ കുട്ടിപ്പുരയുടെ പണി കിട്ടിയത് നന്നായി. സാവിത്രിക്കുട്ടി അന്ന് രാത്രി ഉറങ്ങിയില്ല. വരാന്തയും 2 കിടപ്പറകളും ഊണുമുറിയും അടുക്കളയും കലവറയും കുളിമുറിയുമുള്ള സുന്ദരമായ ഒരു കുട്ടിപ്പുര. കണ്ണുമിഴിച്ചു കിടന്നുകൊണ്ട് തന്നെ അവൾ സ്വപ്നം കണ്ടു. അവൾ അന്ന് രാത്രി ഉറങ്ങാതെ അവൾ സ്വപ്നം കാണുകയായിരുന്നു. അവൾ തോർത്തുമുണ്ടെടുത്ത് സാരിയായി ധരിച്ചു. ആ കുട്ടിപ്പുരയിൽ എന്ന സങ്കല്പത്തിൽ സ്വന്തം കിടപ്പറയിൽ തെക്കും വടക്കും കിഴക്ക് പടിഞ്ഞാറും നടന്നു. ഇങ്ങനെ നടക്കുകയാണ്. ഉറക്കമൊന്നും വന്നില്ല അല്ലേ? പെൺകുട്ടികളൊക്കെ തോർത്തും ഒക്കെ എടുത്ത് സാരിയായിട്ടൊക്കെ ധരിച്ച് നടക്കാറ് കണ്ടിട്ടില്ലേ? അങ്ങനെ കളിക്കത്തില്ലേ നിങ്ങളൊക്കെ? പിറ്റേന്ന് രാവിലെ സാവിത്രിക്കുട്ടി വേലുവിനെ കാത്തിരുന്നു. അയാൾ വന്നില്ല. അതിൻ്റെ പിറ്റേന്നും വന്നില്ല. സാവിത്രിക്കുട്ടി അച്ഛനോട് പരാതി പറഞ്ഞു. വേലുവിനുണ്ടോ വീടും കുടിയും? അവിടെ ചെന്നിട്ട് അയാളെ തെരഞ്ഞു പിടിക്കുക. സാവിത്രിക്കുട്ടി അപേക്ഷിച്ചപ്പോൾ വേലക്കാരൻ നാണു കൈമലർത്തി. വീണ്ടും ഒരു 10 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വേലു വന്നുള്ളൂ. വന്നത് വലിയൊരു ഉന്തുവണ്ടിയും കൊണ്ടായിരുന്നു. ഉന്തുവണ്ടിയിൽ കുറേ തട്ടുമുട്ട് സാധനങ്ങൾ ഇറക്കി. അയാൾ അത് കൂട്ടിച്ചേർത്തു. ഒരു കുട്ടിപ്പുര. സാവിത്രിക്കുട്ടി അന്തം വിട്ട് നിന്നു. അല്ലേ, അത്ഭുതപ്പെട്ടു. ഇത്രയും ആഗ്രഹിച്ചപ്പം കിട്ടിയപ്പോൾ അവൾക്ക് സന്തോഷമായി. കണ്ടെത്താൻ പറയാം. ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഈ കഥയിലുള്ളത്? സാവിത്രിക്കുട്ടിയുണ്ട്, അച്ഛനുണ്ട്, വേലു ഉണ്ട്, നാണു. സാവിത്രിക്കുട്ടി കുട്ടിപ്പുരയിൽ എന്തെല്ലാം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്? എന്തൊക്കെയായിരുന്നു ഈ പാഠത്തിൽ പറഞ്ഞേ? കലവറ വേണമെന്ന് പറഞ്ഞു, അടുക്കള വേണമെന്ന് പറഞ്ഞു, കുളിമുറി, ഊണുമുറി. കുട്ടിപ്പുരയിൽ ആരെല്ലാം വേണമെന്നാണ് അവൾ വേലുവിനോട് പറഞ്ഞത്? 3 പെൺകുട്ടികളും അച്ഛനും അമ്മയും. അടുത്ത നോക്കേ, അഭിനയിക്കാം. സാവിത്രിക്കുട്ടി തോർത്തുമുണ്ട് സാരിയായി ധരിച്ചുകൊണ്ട് അമ്മയായി അഭിനയിച്ചല്ലോ. ഇതുപോലെ നിങ്ങൾ അഭിനയക്കളികളിൽ ഏർപ്പെട്ട സന്ദർഭങ്ങൾ എഴുതൂ. ക്ലാസ്സിൽ അഭിനയിക്കുക. ഇത് ക്ലാസ്സിൽ അഭിനയിക്കണം ഇതുപോലെ കേട്ടോ, ടീച്ചർ പറയുമ്പം. നിങ്ങളിത് കളിച്ചിട്ടില്ലേ? ചോറും കറിയും വെച്ച് കളിക്കും. ടീച്ചറും കുട്ടിയും കളിച്ചിട്ടില്ലേ എല്ലാവരും? അടുത്തത് പിന്നെ എന്ത് കളിക്കും? ഡോക്ടറും ഡോഗിയും കളിക്കത്തില്ലേ എല്ലാവരും അല്ലേ? കള്ളനും പോലീസും കളി. അങ്ങനെ ഒരുപാട് കളികൾ നമ്മൾ കളിക്കത്തില്ലേ? അങ്ങനെയൊക്കെ ഉണ്ട് കളികൾ. അതുപോലെയൊക്കെ കളിക്കണം. സ്വപ്നത്തിൽ കണ്ട വീട്ടിൽ ഏതൊക്കെ മുറികളും കാര്യങ്ങളുമാണുള്ളത്? വരാന്ത, കലവറ, അടുക്കള, ഊണുമുറി, കുളിമുറി, കിടപ്പറ. മുറികളുടെ ഉപയോഗങ്ങൾ എഴുതാം. മുറികൾ. കലവറയിൽ നമ്മൾ എന്താണ് വയ്ക്കുന്നത്? സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇടം. ഊണുമുറിയിൽ നമ്മൾ എന്തോ വയ്ക്കും? ഭക്ഷണം കഴിക്കുന്ന ഇടമാണ് ഊണുമുറി. അടുക്കളയിലോ? ഭക്ഷണം പാചകം ചെയ്യുന്ന ഇടം. കുളിമുറിയിൽ കുളിക്കുന്ന ഇടം. കിടപ്പറ കിടക്കുന്ന മുറി. കിടക്കാൻ ഉപയോഗിക്കുന്ന മുറിക്കാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? കിടപ്പറ എന്ന് പറയുന്നത്. വീട് വരയ്ക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീട് വരച്ച് അതിന് നിറമൊക്കെ നൽകി നല്ല മനോഹരമാക്കണം കേട്ടോ. ഓക്കേ.